ഹായ് താരുണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഹായ്. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ നേരിട്ട് കാണുന്നത്. ഇതുവരെ ഫോണിൽ കൂടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്ത ഷൂട്ടാണ് ദീപ്തി സതിയുടെ ഒരു ഷൂട്ട് വാരണാസിയിൽ പോയി അവർ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തീം നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി എന്നെ കോണ്ടാക്ട് ചെയ്തത് ഫോട്ടോഗ്രാഫർ വിഷ്ണു ആണ്. നമുക്കിങ്ങനെ ഒരു ഷൂട്ട് വാരാണസി പോയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റൈലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പുള്ളിയാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ വിഷ്ണുവായിട്ട് സാരി ലുക്ക് നമ്മൾ ഓൾറെഡി എന്തായാലും ഒരു 1-2 സാരി ലുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മൈൻഡിലുണ്ടായിരുന്നു. അതിനാണ് റോസാൻസിനെ വിളിച്ചത്. അതെ, അതിനാണ് ഞാൻ റോസാൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോട്ടൺ സാരീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതിന് പക്ഷെ ബ്ലൗസ് നമ്മൾ വേറെ രീതിയിലാണ് പറഞ്ഞ് ചെയ്തത്. ബ്ലൗസ് ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിൽ ബ്ലൗസ് തന്നെ ചെയ്തിട്ട് അവിടുത്തെ ഒരു ടെറൈൻ അറിയാമല്ലോ, അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പം എന്തായാലും 2 സാരീസ് ഉണ്ട്, നമ്മൾ ആ ലുക്കിൽ 2 സാരീസ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് വിത്ത് ബ്ലൗസ് നോർമൽ ഒരു സാരി ലുക്ക് ചെയ്യാം, പക്ഷെ ഒരെണ്ണം സംതിങ് ഡിഫറെന്റ് നമുക്ക് അങ്ങനെ അതെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായ ഒരു ഐഡിയ ആണ്. ഞാൻ പോയിട്ടില്ലായിരുന്നു ആക്ച്വലി, വിഷ്ണുവും ദീപ്തിയും പിന്നെ പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ്, അങ്ങനെ വേറെയും കോസ്റ്റ്യൂംസിന്റെ ഐഡിയാസ് ഉണ്ടായിരുന്നോ ഇങ്ങനെ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? വേറെ എനിക്ക് ഒരു ലെഹങ്ക ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സ്ട്രീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഒരു ബ്ലേസർ ഔട്ട്ഫിറ്റ് അതുണ്ടായിരുന്നു. അപ്പം എല്ലാ കാറ്റഗറിയിൽ നിന്നും നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൈറലായത് നമ്മുടെ ഈ സാരി ഷൂട്ട്. അതെ. എത്ര ദിവസത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു കിട്ടിയത്? വളരെ കുറവായിരുന്നു, അതെടുത്ത് പറയണം. എനിക്കൊരു 3 ദിവസമാണ് സമയം തന്നത്. വളരെ കുറവായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് പുള്ളി സംസാരിച്ചതും എല്ലാം. പക്ഷെ നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മളെപ്പോഴും. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു സാരി നമ്മൾ നേരത്തെ വന്നു, നമ്മുടെ കയ്യിലെത്തി. വേറെ ഒരു റെഡ് സാരി, ഈ പറഞ്ഞ ഷൂട്ടിന്റെ സാരി നമ്മുടെ കയ്യിൽ വന്നു, നമ്മളത് ഡിസ്പാച്ച് ചെയ്തു. പക്ഷെ അത് മൂവ് ചെയ്തില്ല. പറഞ്ഞ സമയത്ത് വിഷ്ണുവിന്റെ കയ്യിൽ അത് എത്തിയില്ല. അപ്പൊ നാളെ രാവിലെ ഫ്ലൈറ്റ് ആണ്, വിഷ്ണുവിന് ഇന്ന് അവിടെ കിട്ടിയില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് തപ്പി ഞങ്ങൾ ഓടി നടന്ന് അവസാനം DTDCയുടെ അവിടെ സാരി വീണ്ടെടുത്തു. എന്നിട്ടാണ് അങ്കമാലി നെടുമ്പാശ്ശേരി പോകുന്ന വഴിക്ക് കളക്ട് ചെയ്യാന്ന് പറഞ്ഞ് വിഷ്ണു കളക്ട് ചെയ്ത് കൊണ്ടുപോയ സാരിയാണ്. ആ സാരിയുടെ കഥ ഭയങ്കര ഒരു ചാലഞ്ചിങ്. അപ്പൊ തരുണ്യ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, അയച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അയച്ചിട്ട് ഞാനും കൊച്ചിയിലില്ല, അപ്പൊ എനിക്കിത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. വിഷ്ണു എന്നെ വിളിക്കും, ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് ഞാൻ ഡിസ്പാച്ച് ചെയ്തതാണ് ശരിക്കും ആ സാരി. പക്ഷെ അത് ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല, ഇവിടെ എന്തോ കാരണം കൊണ്ട് ബ്ലോക്കായി. അത് അന്ന് എന്നിട്ട് അവിടുന്ന് അത് ഞങ്ങൾ പോയി തിരിച്ചെടുത്ത് ആണ് അവിടെ എത്തിച്ചത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് അതിനകത്ത് കാണാൻ പറ്റിയ. ആ സാരിക്ക് വേണ്ടി കുറച്ച് ഓടിയായിരുന്നു, കുറച്ച് നന്നായി ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അങ്കിളുടെ വീട്ടിൽ ഞാൻ ആ സാരി എത്തിച്ചു, അങ്കമാലി. എന്നിട്ട് അവിടെ നിന്നാണ് വിഷ്ണു അത് കളക്ട് ചെയ്തത്. അതാണ് സാരിയുടെ കഥ, ഇതിലെ ബാക്ക് സ്റ്റോറി. അതെ അതെ. അപ്പം ഇതിന് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് തരുണ്യ ചെയ്തത്? ഇല്ല, നമുക്ക് ആക്ച്വലി ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുള്ളൊരു സമയമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാം പടപടയെന്ന് പറഞ്ഞ് ചെയ്യേണ്ട കാരണം അത്രയും കുറഞ്ഞ ദിവസത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നതും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം എന്നുള്ളതൊക്കെ പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് നോ ആക്സസറീസ് ഒന്നും ഇല്ലാതാണ് ആ ഒരു ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് വലിയ നമുക്ക് ആ ലുക്ക് മാത്രമായിരുന്നു നമ്മൾ സാരി ആയിരുന്നു. അതെ, സാരി. പിന്നെ ദീപ്തി അത്രയും ബോൾഡായിട്ടും അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോട് കൂടി ചെയ്തുകൊണ്ടാണ് അത് അത്രയും നല്ലൊരു ഔട്ട് നമുക്ക്. അവിടുത്തെ അത്രയും ചൂടും ഒരുപാട് ഭയങ്കര ഒത്തിരി നമ്മൾ ഇവിടത്തെയും പോലെയല്ല, ഇതിനേക്കാളും ക്ലൈമറ്റ് ഭയങ്കര
പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ. ദീപ്തിക്ക് വേണ്ടി ആദ്യമായിട്ടാണോ തരുൺ? ഞാൻ ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ദീപ്തിയായിട്ട് കൊളാബറേറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ശ്വേത ചേച്ചിയിലേക്ക് വരാം. ശ്വേത ചേച്ചിയുടെ കൂടെ എത്ര നാളായി? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 years ആകും. ഓക്കെ, ചേച്ചീനെ കുറിച്ച് പറയൂ. ചേച്ചിയുടെ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചേച്ചീനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ വെരി ജെന്വിൻ പേഴ്സൺ. ഭയങ്കര നമുക്ക് അങ്ങനെ ഈ പുറത്ത് കാണിക്കുന്നത് അങ്ങനെ ഇതൊന്നും അല്ല. ലൈക്ക് ആളെന്താണോ അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ഈ സോ കോൾഡ് ആർട്ടിസ്റ്റ് കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നുമില്ല. ഭയങ്കര ജെന്വനായിട്ട് ഭയങ്കര നമ്മളെ സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ എന്ത് കാര്യത്തിനും. ഇപ്പം എന്തെങ്കിലും നമുക്കിപ്പം എല്ലാം ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് വരുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പം ഒട്ടുമിക്ക പ്രോഗ്രാംസും. അപ്പം അതിൽ ശ്വേത ചേച്ചിയുടെ എല്ലാം ചെയ്യാൻ ഒരാഴ്ച സമയം തരുണ്യ തരാറുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം ചേച്ചി തരാറുണ്ട്. ഒരാഴ്ച ഇല്ല, ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ, അപ്പൊ അതിന് വേണ്ടി അല്ലാതെ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഷൂട്ട്സ് ഒക്കെയാണ്. ഇപ്പൊ ചാനൽ പ്രോഗ്രാംസിന്റെ ഷൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ഡേറ്റ്സ് കിട്ടും. ഇപ്പം ഈ മാസത്തിൽ ഇന്ന ഡേറ്റിലാണ് നമുക്ക് നടക്കുന്നത്. അപ്പൊ അപ്പോഴത്തേനും നമുക്ക് സമയം ഉണ്ടാവും പ്രിപ്പയർ ചെയ്യാനും, നമ്മൾ എന്ത് ലുക്ക് കൊടുക്കണം, അങ്ങനെ നമുക്ക് അതിൽ കുറച്ച് നമുക്ക് ഒരു സ്പേസ് ഉണ്ട് അതിനകത്ത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് ഒത്തിരി പ്ലാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്ത പ്രോഗ്രാംസ് ഇപ്പം ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ഓൾ ഓഫ് എ സഡൻ വരുന്നതായിരിക്കും ചിലപ്പം. അല്ലാതെ നമ്മളിപ്പം ഈ അസൈൻ ചെയ്തിട്ടുള്ള വർക്ക് അല്ലാത്ത ചാനൽസിലും പ്രോഗ്രാംസിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകുമ്പം അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതായിരിക്കും. പക്ഷെ അതും നമ്മൾ ആ ഒരു ഷോർട്ട് ടൈമിൽ നമ്മളത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മളത് എത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സത്യം. ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പാളിച്ച സംഭവിച്ചിട്ടില്ല. ആ യെല്ലോ സാരി ചേച്ചിക്ക് വേണ്ടി നമ്മൾ ചെയ്തപ്പം അതില് റെഡ് ബ്ലൗസ് കോമ്പിനേഷൻ നമ്മൾ അപ്പൊ തരുണ്യ എന്നെ സംബന്ധിച്ച് റോസാൻസിന്ന് ഇപ്പം ഒരു സാരി എടുക്കുമ്പോൾ തരുണ്യ നമുക്ക് ആ ഫ്രീഡം തരും. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യുമോ, എന്താണ് ബെറ്റർ കോമ്പിനേഷൻ വരുന്നതെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് സാധാരണ സ്റ്റൈലിസ്റ്റുകൾ അങ്ങനെ തരാറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ തീരുമാനിക്കുന്നത് കിട്ടണം അവർക്ക് ഔട്ട്. അപ്പം നമ്മുടേതായിട്ട് ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ കാര്യത്തിൽ നന്നായിട്ട് നമുക്കും സജസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു യെല്ലോയുടെ കൂടെ റെഡ് ബ്ലൗസ്, എന്തെങ്കിലും ഒരു ബൂട്ടാസ് ഉള്ളത് നമുക്ക് ചെയ്യാൻ നല്ലതായിരിക്കും, അങ്ങനെ ഒരു ഇൻപുട്ട്. അല്ല, ഓഫ് കോഴ്സ് എനിക്കറിയാം. ബിക്കോസ് ഞാനും ഒരു ഡിസൈനറാണ്. ഞാൻ ഡിസൈനറായി എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്താണ്. അപ്പോൾ എനിക്കറിയാം നമുക്ക് ആ ഒരാളുടെ വിഷൻ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് എന്താ, അവരുടെ ഒരു ഇൻപുട്ട് എന്താ, അത് ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുമ്പം നമുക്ക് രണ്ടുപേരുടെയും ഒപ്പീനിയൻ എടുത്തിട്ട് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ഇത് കൊള്ളായിരിക്കും, അങ്ങനെ ഒരു ഇതിലേക്ക് ഡിസിഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിൽ നല്ലൊരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പം അത് ഓഫ് കോഴ്സ് ഞാനത് മാനിക്കുന്നു. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് എന്താ ഞാൻ ചെയ്യാറുണ്ട്. അമ്മയും മകളും ഫിനാലയുടെ ആയിരുന്നു അമൃത TV-യിൽ. അതെ. ഇനി തരുണ്യ എത്ര നാളായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, ഫാഷൻ ഫീൽഡിലേക്ക്? ഞാൻ ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് 8 years ആയി. ഓക്കെ. ഞാൻ 2013 ഞാൻ എൻ്റെ കോഴ്സ്, ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ബുട്ടീക്കിൽ വർക്ക് ചെയ്തു. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ബുട്ടീക്കിൽ വർക്ക് ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 year ഞാൻ അവിടെ വർക്ക് ചെയ്തു. അവിടെ ഞാൻ സെയിൽസിൽ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പം സെയിൽസിലും അതുപോലെ ഡിസൈനർ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷേ പിന്നെ എനിക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എനിക്ക് എൻ്റെ ഡെലിവറി ഇതായത് കാരണം ഒരു 2 years ഞാൻ ബ്രേക്ക് എടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ബൊട്ടീക്കിൽ കാലിക്കറ്റ് എൻ്റെ നാട്ടിൽ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഇതുപോലെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റി എന്താണ്. കാരണം എനിക്ക് വർക്കിംഗ് യൂണിറ്റിലും അറ്റ് ദ സെയിം ടൈം സ്റ്റോറിലും കസ്റ്റമർ മാനേജ്മെൻറ്റും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് കുറച്ചുകൂടെ എനിക്ക് ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ ഈ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തിയറി പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് സ്റ്റിച്ചിങ് പഠിച്ചതുകൊണ്ടോ എല്ലാം നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് പോവുമല്ലോ എല്ലാ ഏരിയയും. അത് നമുക്ക് ആപ്ലിക്കബിൾ ആവണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഈ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഉള്ളിലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതെ. അപ്പോൾ അങ്ങനെ അവിടെ വർക്ക് ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടായി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റായി. അത് കാരണം പിന്നെ ഞാൻ ഫാമിലി ലൈഫിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അവിടെ ജോലി അത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റായി ഹസ്ബൻഡിൻ്റെ കൂടെ. അങ്ങനെ വന്നിരുന്നു. പിന്നെ ഒരു വർഷമൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ
ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് റീ എൻട്രി. അതെ അല്ല റീ എൻട്രി എന്ന് പറയാൻ പറ്റില്ല, ഇൻഡസ്ട്രിയിൽ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടില്ല. ഞാൻ ആസ് എ ഡിസൈനർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തുന്നത് എനിക്ക് 2019 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് 2018 ഓക്കെ 2 years ബാക്ക്. അങ്ങനെ ഞാൻ വയനാട് DTPCയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അതിൻ്റെ ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായിരുന്നു, ഫ്രണ്ടാണ്. അപ്പം ആൾ വിളിച്ചു ഇങ്ങനെ ചെയ്യാവോ അന്ന്. പക്ഷേ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു ബ്രേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ABCD അറിയാത്തൊരു മേഖലയാണ്. നമ്മൾ ഈ TV-യിൽ ആഡ്സും സിനിമയൊക്കെ കാണുന്നു എന്നല്ലാതെ ഇതെന്താണ്, ഇതിൻ്റെ ബാക്കിൽ എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചു. ഒരു 1 week ഷൂട്ടായിരുന്നു, വയനാടായിരുന്നു. അപ്പം ഞാനന്ന് മോന് ഫീഡ് ചെയ്യുന്ന സമയമാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ എൻ്റെ ആ ഒരു മദർഹുഡാണ് കുറച്ചുകൂടെ മുമ്പിൽ നിന്നത്. അപ്പം ഞാൻ ഓക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ വയനാടൊക്കെ പോയി കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ യൂഷ്വലി നമ്മൾ എന്താ ചിന്തിക്കുക, പോവണ്ട, ഇത് ഇച്ചിരി ചാലഞ്ചിങ് ആണ്, എനിക്ക് വർക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിലെങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള എൻ്റെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മളെല്ലാം ഒരു ആ ഇമോഷൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു വേണ്ട ഞാൻ ചെയ്യണ്ട. അപ്പം ഞാൻ ഗോവിന്ദേട്ടനെ വിളിച്ചു, ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യണില്ല, എനിക്ക് പറ്റും തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ആരും വീട്ടിൽ കൊണ്ട് തരില്ല. അപ്പൊ താരു ഒരു സമയം ഓക്കെ ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയായി, ഇനിയിപ്പോ ഞാൻ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു, എനിക്ക് ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പം ആരും ഇത് വീട്ടിൽ കൊണ്ടു തരില്ല. ആർക്കും ഇതിന് വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കിട്ടിക്കഴിഞ്ഞത് നമ്മളെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ നമ്മൾ നമ്മുടെ എന്താ പറയുക എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് ഇതൊക്കെ പറഞ്ഞതാ, പക്ഷേ എനിക്ക് നമുക്ക് അറിയുന്ന ഒരാൾ പറയുമ്പോൾ നമ്മൾ അത്ര ഇത്. അപ്പോൾ അങ്ങനെ ഒരാൾ അന്ന് എനിക്ക് പുള്ളിനെ അത്ര പരിചയമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന ആഡിൻ്റെ ഡയറക്ടറാണ് എന്നുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ ഒന്നും അറിയാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു ശരിയാണ്, ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ചെയ്യണം, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അതെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വന്നു. പുള്ളി മേ ബി അന്ന് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കില്ല സത്യമായിട്ടും. കാരണം ഞാൻ ഓക്കെ ഞാൻ ചെയ്യണില്ല, ഞാൻ ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് ശരിയാവില്ല, എനിക്ക് കൊച്ചിനെ നോക്കണം, അതാണ് എൻ്റെ പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നതാ. അപ്പം ആളുടെ ആ ഒരു കോളിലാണ് എൻ്റെ മൊത്തം ഇത് മാറുന്നത്. അപ്പം അങ്ങനെ ഞാൻ പോയി ചെയ്തു. ഞാൻ വയനാട് നമുക്കന്ന് നല്ല മഴയായിരുന്നു, അത് കാരണം കുറേ ഡിലേ ആയി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 7 days ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോവും, അന്ന് രാത്രി തിരിച്ച് വീട്ടിൽ വരും, മോൻ്റെ അടുത്തിരിക്കും, പിറ്റേന്ന് രാവിലെ പിന്നെയും പോവും. അങ്ങനെ കോഴിക്കോട് ടു വയനാട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത്രയും സ്ട്രഗിൾ ചെയ്തു, ഞാനത് ചെയ്തു. അന്ന് അത് ഗവൺമെൻറ്റിൻ്റെ വർക്കായിരുന്നല്ലോ, ട്രിവാൻഡ്രത്ത് ആയിരുന്നു അതിൻ്റെ ലോഞ്ചൊക്കെ. നമ്മൾ അവിടെ പോയി ലോഞ്ചൊക്കെ കണ്ടപ്പം ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയി. ഞാൻ ഭയങ്കര പ്രൗഡായി. എനിക്ക് ഞാൻ അന്നേരം ഞാൻ ആലോചിച്ചു ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ മണ്ടത്തരമായി പോയെന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു അവസരം, അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ്. ഞാൻ അതുവരെ ഒരു സ്റ്റൈലിംഗ് മേഖലയിൽ ആരെയും അസിസ്റ്റ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്ക് ഇത്രയും വലിയൊരു ഇതിൽ അത് ലോഞ്ച് ചെയ്യുക, അതിന് കുറേ അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാനിപ്പോഴും ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്തായാലും ഞാൻ ആരെടുത്തായാലും ഞാൻ പറയും, അന്ന് പുള്ളി എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചിലപ്പോ ഒരു ബൊട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ഫീൽഡിൽ നിന്ന് മാറിപ്പോയനെ. ഈ ഫീൽഡിലേക്ക് ഞാൻ ഒരിക്കലും എത്തത്തില്ലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു എൻട്രി കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെ പയ്യെ പയ്യെ കയറി ഇത്രയും വർഷത്തെ ഒരു ജേർണിയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇനി പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് താരുണ്യ പറയുന്ന ടിപ്സ്?
എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക നമ്മൾ കാര്യങ്ങൾ. ഇപ്പം സോഷ്യൽ മീഡിയ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഉള്ള കാലമാണിത്. നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഈ മെറ്റ് ഗാല കഴിഞ്ഞു ഇപ്പോൾ റീസെൻ്റായിട്ട്. അപ്പം എല്ലാ അങ്ങനത്തെ കാര്യങ്ങളും ഇവൻറ്റ്സും കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ എന്ത് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഒരാളെ കണ്ടു കഴിയുമ്പം ഇവരെ ഏത് രീതിയിൽ സ്റ്റൈൽ ചെയ്താലാണ് അവർ പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, റിസർച്ച് ചെയ്യുക. ലുക്സും മാറ്റി മാറ്റി കൊടുക്കുക. അതെ, ലുക്സും മാറ്റി മാറ്റി ഇപ്പം ഓരോ അതായത് നമ്മൾ ഇപ്പം ഓരോ പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലേക്ക് പോകുമ്പം ആ ഒരു സിനാരിയോയിലേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് എങ്ങനെ ഇവരെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. അപ്പോൾ അതാണ് ബേസിക്കലി നമുക്ക് അറിയേണ്ടത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അപ്കമിങ് ട്രെൻഡ്സ് ആയിട്ട് തോന്നുന്നത്? ആസ് ഓഫ് നൗ കുറേ കീ ട്രെൻഡ്സ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാഷൻ സീനിൽ. ഇപ്പം ബേസിക്കലി ഫസ്റ്റ് പറയുകയാണെങ്കിൽ ബോൾഡ് കളേഴ്സ് ആൻഡ് പ്രിൻറ്റ്സ് ആർ മേക്കിംഗ് ഒരു ഇമ്പോർട്ടൻസ് മേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ വിത്ത് നിയോൺ ഹ്യൂസ്. ഓക്കെ, അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം സിലോട്ട്സിലേക്ക് വരികയാണെങ്കിൽ ഈ ബാഗി ജീൻസ്, ക്രോപ്പ് ടോപ്സ്, ഓവർ സൈസ്ഡ് കൈൻഡ് ഓഫ് സിലോട്ട്സ്, പിന്നെ പഫി സ്ലീവ്സ്, അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ബേസിക്കലി ട്രെൻഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു 2K ഫാഷൻ അല്ലെങ്കിൽ ഒരു 90s ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതെ, കുറച്ച് ഒരു സ്ട്രോങ് കംബാക്ക് ഉണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പം താരുണ്യ, ഇനിയിപ്പം എന്താണ് താരുണ്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇങ്ങനെ തന്നെ സ്റ്റൈലിംഗ് മേഖലയിൽ പോകാനാണോ? എനിക്ക് ഇനിയും കുറേ നല്ല ആർട്ടിസ്റ്റുകൾക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റേതായിട്ടുള്ളൊരു ബ്രാൻഡ്, അത് എല്ലാ ഡിസൈനേഴ്സിനും ഉള്ളൊരു സ്വപ്നമാണ്. അത് വൈകാതെ തന്നെ അതെന്റെ വിദൂര സ്വപ്നങ്ങളിലൊരു സ്വപ്നമാണ്, അടുത്തെത്തിയിട്ടില്ല. അപ്പൊ അത് സംഭവിക്കട്ടെ. ഇത്രയും സമയം അതിന്റെ ലൈക് പ്ലാനിങ് ഒന്നുമില്ല, പക്ഷെ ഒരു പാരലലി നമ്മൾ അതിനും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സമയം നമ്മുടെ ചാനലിന് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നമ്മൾ ഇനിയും ഒന്നിച്ച് കൊളാബ് ചെയ്തു, അതും ഹിറ്റ് ആവട്ടെ. താങ്ക് യു.